ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഓൺലൈനിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ പല സൈറ്റുകളുണ്ട്, പല പേജുകളുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം അങ്ങനെ പല മീഡിയ വഴിക്ക് നമ്മൾ പല പ്രോഡക്ട്സ് കാണുന്നു, നമ്മൾ എൻക്വയറി ചെയ്യുന്നു. അപ്പോൾ വിശ്വാസം തോന്നി നമ്മൾ പലരുടെയും നിന്നും സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ GPay ചെയ്യാൻ പറയും. ആദ്യം GPay ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ട്രാക്കിങ്ങും ചിലപ്പോൾ തന്നു വരും, പക്ഷേ നമുക്ക് സാധനം വരില്ല. അപ്പം അങ്ങനെ വരാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പെട്ടവരാണ് പിന്നീട് ജെന്യൂനായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ ഭയപ്പെടുന്നത്. അപ്പോൾ ഞാനും ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളും നമ്മൾ ജ്വല്ലറി ടൈപ്പ് ഇമിറ്റേഷൻ ജ്വല്ലറിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാനായി പലരും എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ GPay ചെയ്യാൻ പറയുമ്പോൾ അവർ പറയുന്നത്, അയ്യോ നമ്മൾ ഒരിക്കൽ പെട്ടതാ ചേച്ചി, അതുകൊണ്ട് നമുക്ക് പറ്റില്ല, COD തരുവാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ഓർഡർ മുന്നോട്ട് പോകുന്നുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ തെളിവ് കാണിച്ചാൽ അവർ ഓക്കെ പറഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. പക്ഷേ പലരും അയ്യോ COD ആണെങ്കിൽ മാത്രം മതി. അപ്പോൾ ഈ COD എന്താണ്? COD എന്ന് വെച്ചാൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മാത്രം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറഞ്ഞ് പലരും പിന്നീട് ഒരു ഉത്തരവും തരാതെ സ്ഥലം വിടുകയാണ് പതിവ്. നമ്മൾ COD തരില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരെ പിന്നെ കാണാറില്ല. പിന്നെ ആ കസ്റ്റമേഴ്സ് പിന്നെ നമ്മളെ സമീപിക്കാറില്ല. അപ്പോൾ ഈ COD എന്ന് പറയുന്നത് സുരക്ഷിതമാണോ? COD എന്നുള്ളത് സുരക്ഷിതമാണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നാളെ ഒരു വീഡിയോയുമായി വരാം. അത് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ GPay ചെയ്ത് പൈസ പോയ ആൾക്കാരെ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ അനുഭവം ഞാനുമായി പങ്കുവയ്ക്കണം. അപ്പോൾ നാളെ COD സുരക്ഷിതമാണോ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നാളെ കാണുന്നവരേക്കും